എനിക്ക് 5 എണ്ണം കൂടി ലഭിച്ചാൽ ഇന്നത്തെ എന്റെ ലക്ഷ്യം കൈവരിക്കാനാകും. അതെ, വിപണി ഇവയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഞാൻ മീൻ വിൽക്കാൻ പോകണോ? അതെ, ഇപ്പോൾ ഞാൻ വല വലിക്കാം. അവിടെ ഒരു മീൻ കിടക്കുന്നതായി തോന്നുന്നു. അതെ, അത് ഇപ്പോഴാണ് സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ വളരെ വൈകും. വരൂ 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 വരൂ. ഓ നബിത, നീ ഇതുവരെ മീൻ പിടിക്കൽ പൂർത്തിയാക്കിയോ? ഹേ ബോസ്, ഇപ്പോൾ അത് കഴിഞ്ഞു ദാദാ. ഇനി ഞാൻ 2 പ്രാവശ്യം വല വീശും, എന്നിട്ട് മാർക്കറ്റിലേക്ക് പോകും. പിന്നെ നീ എന്താണ് ചെയ്യുന്നത്? അതെ മുത്തച്ഛ, കുറച്ച് മീനുകൾ കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. പക്ഷേ നിങ്ങൾ ഇത്രയധികം മീൻ പിടിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. എന്ത് സംഭവിച്ചു? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ദാദാ? അയ്യോ, എനിക്ക് കുറച്ചുകൂടി പിടിച്ചു വിൽക്കണമെന്നുണ്ടായിരുന്നു. ശരി, നീ മാർക്കറ്റിലേക്ക് പോകൂ. മോഹേ, അവൻ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട്. ശരി, നമുക്ക് പോകാം. അതെ അതെ, ശരി മുത്തച്ഛ, ശരി ശരി. അതെ, ഞാൻ പോകുന്നു. ശരി അച്ഛ. ഞാൻ എന്തു ചെയ്യണമെന്നും നല്ലതല്ല. ഞാൻ കഴിക്കുന്നതെന്തും എന്റെ വയറ്റിൽ ശരിയായി ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ അത് കഴിക്കാൻ തോന്നുന്നത്. വയറുവേദന കാരണം വളരെ നേരം ഒന്നും കഴിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ കുറച്ച് വിശ്രമിക്കുകയാണ്. ശേഷിക്കുന്ന ദിവസങ്ങൾ ആർക്കറിയാം? ഇതെടുക്കൂ. വെറും ട്യൂട്ടോളജി മാത്രം പോരാ. ഞാൻ നിനക്കായി വേപ്പിലയുടെ കയ്പ് കലർന്ന നീര് കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം കുടിക്കൂ. ഹേ, നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണോ ഗിന്നി? നീ വീണ്ടും എന്നോട് വേപ്പിൻ ജ്യൂസ് കുടിക്കാൻ പറയുന്നു. അതെ, അല്ലെങ്കിൽ നിന്റെ വയറൊരിക്കലും ശരിയാകില്ല. നന്നായി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ തരുന്നത് നിശബ്ദമായി കുടിക്കണം. ഹേ, നിർത്ത് കുഞ്ഞേ. കാത്തിരിക്കൂ ജിന്നി, ഞാൻ 1-2 റൗണ്ട് കൂടി എടുക്കാം. വേണ്ട വേണ്ട, ഇപ്പൊ മതി. രാവിലെ മുതൽ നീ ഒരുപാട് നടന്നു. ഇനി വേഗം വന്ന് ഈ ജ്യൂസ് കുടിക്ക്. അതെ ഗിന്നി, അത് വിടൂ. ഞാൻ ഇന്ന് കുടിക്കുന്നില്ല. എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല. നോക്കൂ, ഇത് ചെയ്യരുത്. ഞാനിത് നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കായിട്ടാണ് പറയുന്നത്. എത്രയും വേഗം ചെയ്യുമോ അത്രയും നല്ലത്. അത്ര പെട്ടെന്ന് തന്നെ നിനക്കത് കഴിക്കാൻ കഴിയും, വിൻ പറഞ്ഞു. ഇത് വളരെ കൈപ്പേറിയതാണ്. എന്റെ വായിൽ പുകയുന്നു. അതെ, കൈപ്പേറിയത് കഴിച്ചാൽ മാത്രമേ രക്തം ശുദ്ധമാകൂ. രക്തം ശുദ്ധീകരിക്കുന്നതിലൂടെ ഉദരരോഗങ്ങൾ കുറയും. കിന്നി, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നന്നായി കഴിക്കാൻ തുടങ്ങുമ്പോൾ നോക്കൂ. ശരി, കേൾക്കൂ. ഇന്ന് റൂഹി, ഞാൻ മീനും പപ്പായയും ചേർത്ത് ഒരു ലൈറ്റ് സൂപ്പ് ഉണ്ടാക്കാം. ഇത് നിങ്ങളുടെ വയറിനും ആരോഗ്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യും. ഹേ ഗിന്നി, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ വയറ് എത്രയും വേഗം സുഖപ്പെടുത്തൂ. എനിക്ക് കുഴപ്പമില്ല തോന്നുന്നു. എടുക്കൂ എടുക്കൂ എടുക്കൂ. പുതിയ മത്സ്യം എടുക്കൂ. കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ. മീൻ ഫ്രഷ് ആണ്. കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ. മീൻ ഫ്രഷ് ആണ്. ഫ്രഷ് മീൻ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. വേഗം വരൂ, തീർന്നുപോയാൽ പിന്നെ കിട്ടില്ല. കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ. മീൻ ഫ്രഷ് ആണ്. എടുക്കൂ എടുക്കൂ എടുക്കൂ. ഹേ സുഗേന്ദ, മീൻ തീരാൻ പോകുന്നു. എനിക്കും ഒരു നല്ല മീൻ തരൂ. അത് പുറത്തെടുക്കൂ. ഹേ സുഗേൻ, ഞാൻ വളരെ കാലമായി നിന്നോട് പറയുന്നു, പക്ഷേ നീ ശ്രദ്ധിക്കുന്നില്ല. ഹേ, എനിക്കും ഒന്ന് തരൂ. അത് തീർന്നാൽ നിനക്കത് കിട്ടില്ല. പുറത്തെടുക്കൂ സഹോദര, പുറത്തെടുക്കൂ. അതെ അതെ, പുറത്തെടുക്കൂ. ഹേ, പുറത്തെടുക്കൂ. അതെ, അത് പുറത്തെടുക്കൂ. ഹേയ് ഹേയ്, നിലവിളിക്കരുത്. കാത്തിരിക്കൂ കാത്തിരിക്കൂ കാത്തിരിക്കൂ. ഹേയ്, ഞാൻ നിങ്ങൾ 2 പേർക്കും മീൻ കൊടുക്കുകയാണ്. കണ്ടോ, ഇനി 4-5 മീനുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായും 2ഉം കിട്ടും, വിഷമിക്കേണ്ട. ഹേ, എന്താ പറ്റിയത്? ഞാൻ ഇത്രയും നേരം അവിടെ തന്നെ നിന്നു. നീ എന്നോട് മീനിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഡി പറയുന്നത് ശരിയാണ് സുക്കർ, ഇത് സ്വീകാര്യമല്ല. ഓ, കുഴപ്പമില്ല. ഇല്ല, സാരമില്ല. അടുത്ത ദിവസം ഞാൻ ഇത് നിങ്ങൾക്കായി മാറ്റിവെക്കാം. ശരിയാണോ? ഇന്ന് നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, മനസ്സിലായോ? എത്ര തിരക്കാണെന്ന് നോക്കൂ. നാളെ ഞാൻ നിന്നെ പ്രത്യേകം പുറത്തേക്ക് കൊണ്ടുപോകും, അല്ലേ? എടുക്കൂ എടുക്കൂ എടുക്കൂ. ഈ പുതിയ മീൻ എടുക്കൂ. ഞാനിപ്പോൾ നദിയിൽ നിന്ന് പിടിച്ചതേയുള്ളൂ. കുറഞ്ഞ വിലയ്ക്ക് മികച്ച മത്സ്യം. വളരെ നല്ലതാണ് മത്സ്യം, വലുതും.